കേരളത്തിൻ്റെ തലസ്ഥാനത്തിന് ഭരണസിരാ കേന്ദ്രത്തിന് 6 കിലോമീറ്റർ മാത്രം അകലെ 2018 മുതൽ 300ഓളം കുടുംബങ്ങൾ ഫുഡ് കോർപ്പറേഷൻ്റെ ഗോഡൌണിലും സ്കൂൾ വരാന്തകളിലും അഭയാർത്ഥികളെ പോലെ കിടക്കുന്നുണ്ട്. ഭാരതത്തിലെ ഒരു കുത്തക ഭീമൻ കടൽ തീരങ്ങൾ കൈയടക്കുന്നതിൻ്റെ അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ഒത്താശയുടെ ക്രൂരമായ പരിണിത ഫലമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2022 ഓഗസ്റ്റ് 10 തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവൻ മരണ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. അതിനവർ ചെയ്തത്, കടലിലോടുന്ന ബോട്ടുകൾ അവരുടെ ദുരന്തക്കയത്തിൻ്റെ കരയിലൂടെ ഓടിച്ചാണ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. ഇതുപോലെ 2018 ഓഗസ്റ്റിൽ അവർ ലോറികളിൽ വള്ളം എത്തിച്ച് കേരളത്തിലെ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന നിരവധി പ്രദേശങ്ങളിലെ റോഡുകളിലും ഇടവഴികളിലും പറമ്പുകളിലും ജീവൻ പണയം വെച്ച് രാവും പകലും കുത്തൊഴുക്കിലും കല്ലിലും കുപ്പിച്ചില്ലിലും നീന്തിയും നടന്നും വലിച്ചു കയറ്റിയ അനേകം മനുഷ്യരുടെ ജീവിതങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളെല്ലാം അതിന് സാക്ഷികളാണ്. അന്ന് അവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ കാവൽ സേന എന്ന് വിളിച്ചു. ഇന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. മനുഷ്യനിർമ്മിതമായ പ്രളയത്തിൻ്റെ ഭീകര ദുരന്തം ഒഴിവാക്കിയത് ഇവരുടെ ഇടപെടലും മനോധൈര്യവും ഒന്നുകൊണ്ട് മാത്രമാണ്. അദാനിയും ഭരണകൂടവും ഇപ്പോൾ കേരളത്തിൻ്റെ കടൽ തീരത്തെയും അവിടെ പാർക്കുന്ന മനുഷ്യരെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ജീവനും സ്വത്തും ജീവിതവും തകർത്തെറിയാൻ കേരള സർക്കാർ കുടപിടിക്കുന്നു. മാറി മാറി വരുന്ന ഭരണക്കാർ മനുഷ്യരോട് ചെയ്യുന്ന ദ്രോഹത്തിൻ്റെ ഭീകരമായ കഥയാണ്. വിഴിഞ്ഞത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന തുറമുഖ പദ്ധതി വരുത്തി വയ്ക്കുന്ന സാമൂഹികവും സാമ്പത്തികവും പാരിസ്ഥിതികവുമായ വിപത്തുകൾക്കെതിരെയാണ് ഈ ജനകീയ സമരം. തീരശോഷണം മൂലം ഭവനം നഷ്ടപ്പെട്ട് മനുഷ്യോചിതമല്ലാത്ത അവസ്ഥയിൽ വർഷങ്ങളായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ അടിയന്തരമായി വാടക നൽകി മാറ്റിപ്പാർപ്പിക്കണം. വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരെ വീടിനും വസ്തുവിനും നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കണം. അതോടൊപ്പം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം മൂലമുണ്ടാകുന്ന തീരശോഷണത്തിന് ശാശ്വത പരിഹാരം കാണണം. കൂടാതെ തീരശോഷണത്തിന് കാരണമായതും വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്തിനും കോവളം, ശംഖുമുഖം ബീച്ചുകൾക്കും ഭീഷണിയുമായ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവച്ച് പ്രദേശവാസികളെ ഉൾപ്പെടുത്തി സുതാര്യമായ പഠനം നടത്തണം. ഇത്രയും എങ്കിലും ചെയ്യാതെ കേരളം നേരിടുന്ന, നമ്മുടെ തീരദേശം നേരിടുന്ന ഈ കൊടിയ വിപത്തിനെ നേരിടാൻ നമ്മൾ തയ്യാറായി എന്ന് പറയാൻ സാധിക്കുകയില്ല. 2015 തുറമുഖ നിർമ്മാണം ആരംഭിച്ചതിനെ തുടർന്ന് വിഴിഞ്ഞത്തിന് വടക്കുള്ള തിരുവനന്തപുരം ജില്ലയിലെ പനത്തറ മുതൽ വേളി വരെയുള്ള തീരപ്രദേശങ്ങളിലെ തീരശോഷണം 10 മടങ്ങ് വർദ്ധിക്കുകയും 100 കണക്കിന് വീടുകൾ കടലേറ്റത്തിൽ തകരുകയും ചെയ്തു. അവർ ഇന്നും അഭയാർത്ഥികളെ പോലെ ഗോഡൌണുകളിൽ കഴിയുന്നു. ഈ മേഖലയിൽ മീൻപിടുത്തം അസാധ്യമായി. പാറ പൊട്ടിക്കാനും മലകൾ നിരത്താനും കടൽ തീരം മത്സ്യത്തൊഴിലാളികളിൽ നിന്നും തട്ടിയെടുത്തവരെ ഇല്ലാതാക്കാനും ഭരണകൂടവും വൻകിട ശക്തികളും ഒരുമിച്ച് തീരുമാനിച്ചാൽ അതിനെ ശബ്ദിക്കാൻ ഇവിടെ മാധ്യമങ്ങളില്ല, പരിസ്ഥിതി പ്രവർത്തകരില്ല. പുലിക്കും കടുവയ്ക്കും വേണ്ടിയാണെങ്കിൽ അവർ ഘോരം പ്രസംഗിക്കും. 2018 ഓഗസ്റ്റ് 15 പ്രളയവും മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാപ്രവർത്തനങ്ങളും കേരള ജനതയ്ക്ക് മറക്കാനാവുമോ? അതോ അടുത്ത പ്രളയത്തിൽ അദാനി ബോട്ടുമായി വന്ന് നമ്മളെല്ലാം രക്ഷിക്കുമെന്ന മൂഢസ്വർഗത്തിൽ നന്ദിയില്ലാത്തവരായി കിടന്നുറങ്ങാനാണോ ഈ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം നമ്മളെ പഠിപ്പിക്കുന്നത്? നന്ദി.